നമ്മളിപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തഡോളജി എന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങളിപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ ഗ്രൂപ്പിൽ കണ്ടിരുന്നു പേയ്മെൻറ്റ് കയറിയില്ല എന്നൊക്കെ പറഞ്ഞ ഇഷ്യൂ. ഇപ്പോൾ ഇവിടെ ഫോൺ പേ ഉണ്ട്, പേ ടി എം ഉണ്ട്, യു പി ഐ ഉണ്ട്, യു പി ഐയുടെ ഉണ്ട്, ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്, ക്രിപ്റ്റോ കറൻസി ഉണ്ട്, ആസ്ട്രോ പേ ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ പരമാവധി യൂസ് ചെയ്യുന്നത് യു പി ഐയിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ യു പി ഐ ആണ്. ഇപ്പോൾ ഈ യു പി ഐയിൽ ഞാൻ നേരെ QR കണ്ടു, QR ഞാൻ സ്കാൻ ചെയ്തു. അതിനുശേഷം ഓൾറെഡി നമ്മൾ എമൗണ്ട് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. യു പി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടാകും. ഞാനിപ്പോൾ 1000 രൂപയാണ് ഇടുന്നത്. അതിനുശേഷം ഞാൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഞാനത് എമൗണ്ട് എൻ്റർ ചെയ്തു. അതിനുശേഷം ട്രാൻസാക്ഷൻ നടത്തിയതിൻ്റെ UTR, യൂണിവേഴ്സൽ ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് നമ്മൾ കൊടുക്കുക. ഇതിൻ്റെ താഴെ നോക്കി കഴിഞ്ഞാൽ ടൈമർ റൺ ചെയ്യുന്ന കാണാൻ പറ്റും. ചിലതിൽ 4 മിനിറ്റ് ആയിരിക്കും, ചിലതിൽ 2 മിനിറ്റ് ആയിരിക്കും, ചിലതിൽ ഇതുപോലെ ഒത്തിരി സമയം തരും. ഈ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെയ്ഡ് എന്നുള്ളതിൽ കൊടുത്തു. അപ്പോൾ അതിനുശേഷം അവർ കാണിക്കുന്നുണ്ട് ദ പേയ്മെൻറ്റ് ഈസ് ബീയിങ് പ്രോസസ്. ഇവിടെ നിങ്ങളോട് തന്നെ പറയുന്നുണ്ട് ഇറ്റ് വിൽ ബി ടേക്ക് ടൈം, കുറച്ച് സമയം എടുക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഏത് സമയത്താണ് ട്രാൻസാക്ഷൻ നടത്തിയത്? 7:43 ഇത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രാൻസാക്ഷനാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ എവിടെ കാണാൻ പറ്റും. ഇനി എപ്പോഴാണ് ഇത് പ്രോസസ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുക എന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴാൻ പറ്റുള്ളൂ. കാരണം ബിസി ടൈം ആണെങ്കിൽ ഉറപ്പായിട്ടും ട്രാൻസാക്ഷൻ ടൈം എടുക്കും. അപ്പോൾ അതിന് ശേഷമായിരിക്കും നമ്മുടെ പേയ്മെൻറ്റ് സക്സസ് ആവുക. അതുവരെ നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ വെയിറ്റ് ചെയ്ത സമയത്ത് തന്നെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് ഫണ്ട് ഡെബിറ്റഡ് ആയിട്ടുണ്ട്. ഞാൻ ബാക്ക് ടു ഹോം അടിച്ചു. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നേരെ എമൗണ്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മൾ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് സ്കീം എന്നൊക്കെ പറയുന്നത്. ഡെപ്പോസിറ്റ് ചെയ്യുന്ന രീതി ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് ഗെയിം ചെയ്യാവുന്നേ ഉള്ളൂ.